സ്വാഗതം. രഞ്ജിത്ത് സാറ്, ഉദ്ഘാടനം വിനിമോൾ നിസാം മാഡം, പോസ്റ്റർ അബ്ദുൽ സലീം സാർ, പ്രകാശനം പ്രകാശനം ഞാൻ തന്നെയാണ്. സോറി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെതായ ചെറിയ ഒരു സമ്മരം, ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ട്. ഇങ്ങനെ ഞാൻ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാനൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ എനിക്ക് ഒരുപാട് നന്ദി, ഞാൻ ഒരുപാട് നന്ദി എല്ലാവരോടും പറയുകയാണ്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും ഈ ഒരു ചെറിയ ചടങ്ങിൽ ഓടി വന്ന് പങ്കെടുത്തതിന്, പ്രത്യേകിച്ച് എന്നെ പഠിപ്പിച്ച പ്രിയപ്പെട്ട സാറന്മാരായ നമ്മുടെ പ്രിൻസ് സാറും മോഹൻ സാറും ഒക്കെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ വരാമെന്ന് പറയുകയും ഓടിയെത്തുകയും ചെയ്തു. എനിക്കതിൽ തന്നെ ഒരുപാടധികം സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെയും ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിൽ. ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഈ വേദിയിൽ എനിക്കിങ്ങനൊരു എൻ്റെ ഡിസബിലിറ്റികളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനൊരു വേഷം അഭിനയിക്കാനായിട്ട് തന്ന രഞ്ജിത്ത് സാറിനോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണാൻ വന്ന ഈ കഥ പറഞ്ഞുകൊണ്ട് കാണാൻ വന്നപ്പോൾ കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാറിനോട് എടുത്തു ചോദിച്ചൊരു ചോദ്യമാണ്, സാറ് എവിടെ ഞാൻ തന്നെ എന്നെക്കാട്ടും എൻ്റെ കഴിവുള്ള പിള്ളേർ വേറെ ഉണ്ട്, അവരേക്ക് വിളിച്ചാൽ പോരെ എന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. സാറ് പറഞ്ഞു, ഇതിന് പറ്റിയ ആൾ ഞാനാണ്, ഇത് ചെയ്താലും ശരിയാവും എന്നാണ് പറഞ്ഞത്. ശരി, എനിക്ക് ഒരു ഉള്ളിലൊരു ചെറിയ ടെൻഷൻ എപ്പോഴും ഉണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അഭിനയം എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഞാൻ എല്ലാത്തിനെക്കാട്ടും ഒരു അഭിനയിച്ചൊരു അതിങ്ങനെ കിട്ടുന്ന ഒരു പ്രശസ്തി എന്നതിനുപരി ഞാൻ ഇതിനൊരു ജനസേവനം പോലെയാണ് കാണുന്നത്. വേറൊന്നുമല്ല, ഇത് ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടമാണ്. ഇതാലോചിച്ച് നോക്കി, നമ്മുടെ ഭാവി തലമുറ, നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട, നമ്മുടെ രാജ്യത്തെ മുൻനിരയിലേക്ക് നയിക്കേണ്ട പുതിയ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്ക് അടിമയായി അമ്മയാരാ പെങ്ങളാരാ സഹോദരനെ തിരിച്ചറിയാതെ പീഡിപ്പിക്കുക, ആക്രമിക്കുക, അതിൻ്റെ കച്ചവടക്കാരാവുക എന്നിങ്ങനെയുള്ള സമൂഹത്തിൻ്റെ തെറ്റായ പ്രവർത്തികൾ ഇന്ന് അരങ്ങേറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ എനിക്കറിയില്ല, ഈ ഷോർട്ട് ഫിലിമിൽ ചിലപ്പം ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അത് എൻ്റെ കൂടെ ഒരു വിജയമാണെന്നാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും എൻ്റെ നന്ദി സ്നേഹം പറയാൻ, പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരോട്. കാരണം എന്താണ്, ഞാൻ കുഞ്ഞിനെ ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, 10ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് 1ാം ക്ലാസ്സിൽ ചേരുകയും അതിൻ്റെ ഭാഗമായിട്ട് കലോത്സവത്തിലേക്ക് ചേർന്ന് പ്രൈസ് മേടിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് കയ്യടിയും പ്രോത്സാഹനവും തന്നാണ് ഇവിടുത്തെ എൻ്റെ നാട്ടുകാർ. ഇന്നും എന്നെ കാണുമ്പോൾ ആ സ്നേഹവും ആ ഒരു ഞാൻ ഓരോ വിജയങ്ങൾ കീഴടക്കുമ്പോൾ എനിക്ക് വേണ്ടി ആവേശത്തോടെ കൈയടിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു പോവുകയാണ്. എനിക്കെങ്ങനെ നന്ദി പറയാനെന്ന് അറിയത്തില്ല. 1000 നന്ദി. ഞാൻ ഇനിയും എൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നായി